നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സെക്രട്ടേറിയറ്റിൽ നടന്നത് വമ്പൻ ഗൂഢാലോചനയാണ്. ഇതിന് പിന്നിൽ പോലീസിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് സൂചന. സിബിഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലമാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ തിരക്കിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആഭ്യന്തര വകുപ്പിലെ 3 വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി.കെ. പ്രശാന്ത്, സെഷൻ ഓഫീസർ വി.കെ. ബിന്ദു, അസിസ്റ്റന്റ് എസ്.എൽ. അഞ്ജു എന്നിവർക്കാണ് സസ്പെൻഷൻ നൽകിയത്. എന്നാൽ ഇതിന് മുകളിൽ പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ട്. അവരെ രക്ഷിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ പുറത്താക്കിയതെന്ന വാദവും സജീവമാവുകയാണ്. സിബിഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം 9-ന് സർക്കാർ പുറപ്പെടുവിച്ചു. 16-ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സിബിഐക്ക് കത്ത് നൽകി. കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു. എന്നാൽ മറുപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സിബിഐ ഓഫീസിനാണ് കത്ത് പോയിരിക്കുന്നത്. കേന്ദ്ര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഇതുവരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന കത്ത് പേഴ്സണൽ മന്ത്രാലയത്തിനെ അയക്കാറുള്ളൂ. കൊച്ചിയിലേക്ക് അയച്ച കത്തിൽ നടപടിക്രമം അനുസരിച്ചുള്ള പെർഫോമ റിപ്പോർട്ട് നൽകിയിട്ടില്ല. എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പകർപ്പ്, അന്വേഷണ നാൾ വഴി, മൊഴികൾ, മഹസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പെർഫോമ റിപ്പോർട്ട്. ഇതെല്ലാം സിബിഐക്ക് കൈമാറണമെന്ന് സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം. സാധാരണ ഇതെല്ലാം ചെയ്യുന്നതുമാണ്. എന്നിട്ടും സിദ്ധാർത്ഥന്റെ കാര്യം വന്നപ്പോൾ തെറ്റി. ഇതിനു പിന്നിൽ ഇടുക്കി ഗോൾഡിന്റെ ഇടപെടലാണെന്ന വാദം ശക്തമാണ്. വീഴ്ച പുറത്തു വന്ന് വിവാദമായതോടെ ഇന്നലെ വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സിബിഐക്ക് കൈമാറി. രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു. ഇനിയെല്ലാം പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറും. അപ്പോഴും കുറച്ചു കാലതാമസം ഇനിയും വരും. പേഴ്സണൽ മന്ത്രാലയവും സിബിഐയും എടുക്കേണ്ട പ്രാഥമിക നടപടികൾ കാരണമാണിത്. വിജ്ഞാപനം വന്ന 17-ാം ദിവസമാണ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത്. സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു ശേഷം മാത്രം. അന്വേഷണം വൈകുന്നത് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാക്കുമെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. കേസ് അന്വേഷിക്കണോ എന്ന് സിബിഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. ഇതിനു മുമ്പ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ സിബിഐ പ്രാഥമിക വിവരശേഖരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ നേരറിയാൻ സിബിഐ എത്തുകയും ചെയ്യും. നന്ദി.